നമസ്തേ. വാർത്താ സമീക്ഷയിലേക്ക് സ്വാഗതം. കേരളം, ഈ പേര് കേൾക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിലേക്ക് ഓണത്തിന്റെ വസന്തം ഓടിയെത്തും. ചരിത്രത്തിൽ ആദ്യമായി കേരളം എന്ന ഔദ്യോഗിക നാമം നിലവിൽ വന്ന ശേഷമുള്ള ഒരു ഓണാഘോഷത്തിലാണ് നമ്മൾ മലയാളികൾ. പൂക്കളങ്ങളിലും വള്ളംകളികളിലും പുലിക്കളിയിലും എന്നുവേണ്ട ഓണാഘോഷവുമായി ബന്ധപ്പെട്ട മറ്റു പരിപാടികളിലുമെല്ലാം കേരളം എന്ന പേര് അന്വർത്ഥമാവുകയാണ്. കേരള പിറവി കഴിഞ്ഞ് ഇത്ര നാളായിട്ടും ഔദ്യോഗിക രേഖകളിലും ഇംഗ്ലീഷിലും നമ്മൾ കേരള എന്നായിരുന്നു എഴുതിയിരുന്നത്. ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിൽ പോലും കേരള എന്നേ രേഖപ്പെടുത്തിയിരുന്നുള്ളൂ. മാതൃഭാഷ മലയാളമായിരുന്നിട്ടും ഈ ഒരു ചെറിയ പോരായ്മയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ ആ കുറവിനാണ് ഇപ്പോൾ പൂർണ്ണ വിരാമമായിരിക്കുന്നത്. മാതൃഭാഷയിലെ കേരളം എന്ന പേര് തന്നെ ഔദ്യോഗികമായി മാറിയിരിക്കുകയാണ്. പാർലമെന്റ് നിയമനിർമ്മാണം നടത്തുകയും ഒടുവിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്തതോടെയാണ് ഈ പെരുമാറ്റം ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നത്. ചരിത്രപ്രസിദ്ധമായ ഈ പെരുമാറ്റത്തിന്റെ ഇരട്ടി മധുരത്തിലാണ് ഇത്തവണത്തെ ഓണം നാടും നഗരവും ആഘോഷിക്കുന്നത്. ഈ ആഴ്ചത്തെ മറ്റ് പ്രധാന ദേശീയ സംസ്ഥാന വാർത്തകളിലൂടെ RSS സമന്വയ ബൈഠക് വിശാഖപട്ടണത്ത് സമാപിച്ചു. യുവത്വവും സമൂഹവും നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചുള്ള ഗൗരവകരമായ ചർച്ചകളാണ് വിശാഖപട്ടണത്തിന് സമീപമുള്ള ഗുഡിലോവയിൽ സമാപിച്ച RSS സമന്വയ ബൈഠക്കിൽ നടന്നത്. യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും മയക്കുമരുന്ന് ലഭിക്കുന്ന സാഹചര്യം വർദ്ധിക്കുന്നതിൽ യോഗം കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു. സർക്കാരും പോലീസും മാത്രമല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും രക്ഷിതാക്കളും ഉൾപ്പെടെയുള്ള മുഴുവൻ സമൂഹവും ചേർന്നുള്ള ഏകോപിത ശ്രമങ്ങളിലൂടെ മാത്രമേ ഇത് പരിഹരിക്കാനാകൂ എന്ന് സഹസർകാര്യവ CR മുകുന്ദ വ്യക്തമാക്കി. പ്രകൃതി ദുരന്തങ്ങളിലെ സേവന പ്രവർത്തനങ്ങളും സന്ത് രവിദാസിന്റെ 650-ാം ജന്മവാർഷികാഘോഷങ്ങളും സംഘശതാബ്ദി ലക്ഷ്യമിട്ടുള്ള പഞ്ചപരിവർത്തന പദ്ധതികളും യോഗം അവലോകനം ചെയ്തു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വർദ്ധിച്ചുവരുന്ന സ്വാധീനവും സാങ്കേതിക വിദ്യയുടെ സുരക്ഷിത ഉപയോഗവും ചർച്ചയായപ്പോൾ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്തിന്റെ അമേരിക്ക, കാനഡ, UK സന്ദർശനങ്ങൾ ആഗോളതലത്തിൽ ഭാരതത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനും വസുധൈവ കുടുംബകം സന്ദേശം പ്രചരിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്തിന്റെ അമേരിക്കൻ സന്ദർശനത്തിനെതിരെ USCIRF തലവൻ ആസിഫ് മഹ്മൂദ് രംഗത്ത് വന്നത് കൃത്യമായ ഭാരതവിരുദ്ധ അജണ്ടയുടെ ഭാഗമാണെന്ന് വിമർശനമുയരുന്നു. RSSനെതിരെ ഉപരോധം അടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഇയാൾ മുന്നോട്ട് വെച്ചത്. മുൻപും ഭാരതത്തിനെതിരെ മതസ്വാതന്ത്ര്യ ലംഘനങ്ങളടക്കം നിരവധി വികലമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഈ സമിതിയുടെ നിലപാടുകൾ അപലപനീയമാണെന്ന് ഭാരത വിദേശകാര്യ മന്ത്രാലയം ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയിൽ ഭാരതീയർക്കും ക്ഷേത്രങ്ങൾക്കുമെതിരെ തുടരുന്ന അസഹിഷ്ണുതകളും ആക്രമണങ്ങളും പരിശോധിക്കാൻ തയ്യാറാകാത്ത ഈ സമിതിയുടെ ഇത്തരത്തിലുള്ള വിദ്വേഷ നിർദ്ദേശങ്ങൾ അങ്ങേയറ്റം പക്ഷാപാതപരമാണ്. കലാലയങ്ങളിലെ സമരാഭാസങ്ങൾക്കെതിരെ തപസ്യ. രാഷ്ട്രീയത്തിന്റെ പേരിൽ അധ്യാപകർക്കും വൈസ് ചാൻസലർമാർക്കും എതിരെയുള്ള സമരക്രമങ്ങൾ അപലപനീയമാണെന്നും സാംസ്കാരിക കേരളം ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്നും തപസ്യ കലാസാഹിത്യവേദി ആവശ്യപ്പെട്ടു. കേരള സർവകലാശാല VCയെയും കാലടി സംസ്കൃത സർവകലാശാല VC ഡോക്ടർ സിസ തോമസിനെയും ലക്ഷ്യമിട്ട് നടന്ന ആക്രമണങ്ങളും പ്രതീകാത്മക ശവസംസ്കാര ചടങ്ങുകളും പ്രബുദ്ധ കേരളത്തിന്റെ പാരമ്പര്യത്തിന് അപമാനമാണ്. കലാലയങ്ങളിൽ ചോരയുടെ ഗന്ധം വമിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ നടത്തുന്ന ഇത്തരം സമരങ്ങൾ അവസാനിപ്പിച്ച് സങ്കുചിത രാഷ്ട്രീയത്തിൽ നിന്നും യുവസമൂഹം മോചിതരാകണമെന്ന് തൃശൂരിൽ ചേർന്ന യോഗം അഭ്യർത്ഥിച്ചു. വ്യാജപ്രസാദ വിൽപ്പനയ്ക്ക് തിരിച്ചടി. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ പേരിൽ വ്യാജപ്രസാദം വിറ്റഴിച്ചതിന് ഇ-കൊമേഴ്സ് ഭീമനായ ആമസോണിന് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ 1 ലക്ഷം രൂപ പിഴ. ശ്രീരാം മന്ദിർ അയോധ്യ പ്രസാദ് എന്ന ലേബലിൽ മധുരപലഹാരങ്ങൾ വിൽക്കാൻ അനുമതി നൽകിയതിനാണ് ഈ നടപടി. ക്ഷേത്ര ട്രസ്റ്റിന്റെ അനുമതിയില്ലാതെ ഈ വാചകം ഉപയോഗിക്കുന്നത് ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കുന്നതും വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നതുമാണെന്ന് CCPA വ്യക്തമാക്കുന്നു. 2024 ജനുവരിയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുൻപാണ് ഇത്തരം ഉൽപ്പന്നങ്ങൾ ആമസോണിൽ ലിസ്റ്റ് ചെയ്തത്. മാവോയിസ്റ്റ് കോട്ടകളിൽ ജനാധിപത്യത്തിന്റെ പുലരി. ചരിത്രത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ കാൽക്കീഴിൽ നിന്ന് മോചിതമായി അബൂൽ സ്മാർട്ട് വനമേഖല ദേശീയ പതാകയേന്തിയിരിക്കുന്നു. തെക്കൻ ബസ്തർ മുതൽ മഹാരാഷ്ട്ര ഗഡ്ചിരോളി വരെ വ്യാപിച്ചു കിടക്കുന്ന ഏകദേശം 4000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഈ പ്രദേശം പതിറ്റാണ്ടുകളായി ഭാരത ജനാധിപത്യത്തിന് പുറത്തായിരുന്നു. രാജ്യത്ത് ഇതുവരെ ഔദ്യോഗികമായി സർവേ പോലും ചെയ്യപ്പെടാത്ത ഏക പ്രദേശമെന്ന ദുഷ്പേര് പേറിയിരുന്ന അബൂൽ സ്മാർട്ട് ഇന്ന് സമാധാനത്തിന്റെയും വികസനത്തിന്റെയും പുതിയൊരു സൂര്യോദയത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. മാവോയിസ്റ്റുകൾ കരിദിനങ്ങളാക്കാൻ ആഹ്വാനം ചെയ്തിരുന്ന അതേ മണ്ണിൽ കോർസ്കോഡോ, ഹച്ചേക്കോട്ടി, അദനാർ തുടങ്ങിയ 9 ഗ്രാമങ്ങളിലെ ജനങ്ങൾ തിരങ്ക ഉയർത്തി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു.
ഭയത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കും വികസനത്തിലേക്കും പ്രദേശം വഴിമാറുന്നത് രാജ്യത്തിന്റെ സുരക്ഷാ നയങ്ങളുടെ കൃത്യതയാണ് കാട്ടിത്തരുന്നത്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി അടുത്ത ആഴ്ചയും നമുക്ക് വീണ്ടും കാണാം. അതുവരെയുള്ള വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.